ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്, 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റ്, ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് ആണ് എംപ്രേസിംഗ് എംപതി. അതിലെ ആദ്യ ചാപ്റ്റർ ദ യെല്ലോ അംബർല. ദ യെല്ലോ അംബർലയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മുഴുവൻ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്ന ക്ലാസ് ആണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നോക്കാം. ദ യെല്ലോ അംബർലയാണ് യൂണിറ്റ് 5 എംപ്രേസിംഗ് എംപതി. ആദ്യം തന്നെ ദ ഡോർവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ചെയ്യാനുണ്ട്. നോക്കാം ആ ക്വസ്റ്റ്യനും ആൻസറും. What do you see in this picture? The picture shows a woman collecting gift packets from children. കുട്ടികളിൽ നിന്ന് ഗിഫ്റ്റ് പാക്കറ്റ് കളക്ട് ചെയ്യണ ഒരു വിമൺ അല്ലേ. അടുത്തത്, what is the woman doing? These packets will be sent to the children living in various orphanages. Okay, those packets ആക്കുക കേട്ടോ. നെക്സ്റ്റ്, ദ യെല്ലോ അംബർല എന്നുള്ള ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, വൈ ആർ മെമ്മറീസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്സ്? Memories are important in our lives because they bring back to us both pleasant and painful happenings in our lives. They help us to relive the past. ഓർമ്മകൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? ഓർമ്മകൾ നമ്മളെ നമ്മുടെ ബാക്കിലേക്ക് അല്ലേ, അതായത് നമ്മുടെ കഴിഞ്ഞുപോയ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല കാലത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ വേദനാജനകമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ വീണ്ടും കൊണ്ടെത്തിക്കും. മെമ്മറീസ് ഓർമ്മകളാണ്. അതേപോലെ തന്നെ റിലീവ് ദ പാസ്റ്റ്, പാസ്റ്റിനെ കുറിച്ച് റിലീവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് ഓർമ്മകളാണ് കേട്ടോ. അടുത്തത്, ഹൗ ഡിഡ് ഹെലേന ഹിലേറിയോ ആൻഡ് മറിയോ പീസെ ഗെറ്റ് ദ ത്രെഡ് ഫോർ ദ ഫിലിം? സിനിമയ്ക്ക് വേണ്ട കഥ ത്രെഡ് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? Helena Hilario and Mario Pise got the thread for the film from the story of Joseph, a young boy from Palmas in Brazil. He was an orphan at an orphanage. അപ്പോൾ കഥയ്ക്ക് വേണ്ട ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ വെച്ചിട്ടായിരിക്കും ഇവർ ആ സിനിമ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ ഒരു സ്റ്റോറി കിട്ടിയത് ഈ ജോസഫിൻ്റെ കഥയിൽ നിന്നാണ്. ജോസഫ് എന്ന് പറയുന്ന ബോയ് എവിടെ നിന്ന്? ബ്രസീലിലെ പാൽമാസിൽ നിന്നുള്ളതാണ്. ഓർഫനേജിൽ ഇപ്പോൾ ഓർഫനായിട്ട് കഴിയുന്നു. അടുത്ത ചോദ്യം, വൈ ഡിഡ് ജോസഫ് ദി യങ് ബോയ് ഫ്രം പാൽമാസ് ഹാവ് എ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ടു എ യങ് യെല്ലോ അംബർല? ആ യെല്ലോ അംബർലയോട് എന്തുകൊണ്ടാണ് ഈ ബോയ്ക്ക് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടായത്? ആൻസർ, ജോസഫ് ദി യങ് ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. ദർ were many like him all over the world running away from their countries for fear or thrown out as unwanted people. It was a rainy day. His father opened a big yellow umbrella and protected him from the rain. They were going to an orphanage. The father left the boy there and went away. The boy watched as his father walked away, raindrops bouncing off the yellow umbrella. That was the last time he saw his father. That is why Joseph has a special attachment to yellow umbrella എന്നുണ്ട് കേട്ടോ. അത് കാണുന്നില്ലെങ്കിൽ എഴുതുക, യെല്ലോ അംബർല എന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജോസഫും അതുപോലെ തന്നെ ബ്രസീലിൽ നിന്നുള്ള കുറേ ആളുകളും റെഫ്യൂജീസ് ആയിട്ടാണ്, അഭയാർത്ഥികളായിട്ട് ഒരു ബോട്ടിലാണ് രാജ്യത്ത് വന്നിറങ്ങിയത് അല്ലേ. അപ്പോൾ അതെന്താ വെച്ചാൽ അവരുടെ രാജ്യത്ത് എന്തോ പ്രശ്നം നടക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് വന്ന ആളുകൾ, അല്ല അവരുടെ രാജ്യത്ത് പുറത്താക്കിയ ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ജോസഫിൻ്റെ ഫാദർ ജോസഫിനെ പിന്നീട് എന്ത് ചെയ്യുന്നു? ഓർഫനേജിലേക്ക് കൊണ്ടാക്കണു അല്ലേ. മഴ പെയ്യായിരുന്നു. അപ്പോൾ ഒരു യെല്ലോ അംബർല നിവർത്തിയിട്ടാണ് അവർ ഓർഫനേജിലേക്ക് എത്തുന്നത്. ശേഷം അവനെ അവിടെ ആക്കിയതിന് ശേഷം ഇയാൾ തിരിച്ചു പോകുന്നുണ്ട്. ഈ അച്ഛൻ തിരിച്ചു പോകുമ്പോൾ എന്താണ്, അതേ യെല്ലോ അംബർല നിവർത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മഴത്തുള്ളികൾ വന്നിങ്ങനെ തട്ടി തെറിച്ചു പോകുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യണത്? യെല്ലോ അംബർലയോട് എപ്പോഴും ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉള്ളത്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ജോസഫ് ഫാദർ ലീവ് ഹിം അറ്റ് ദ ഓർഫനേജ്? എന്തുകൊണ്ടാണ് ജോസഫിന്റെ അച്ഛൻ അവനെ ഓർഫനേജിൽ വിട്ടിട്ട് പോയത്? ഉത്തരം, ജോസഫ്സ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ് ബിക്കോസ് ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം. ദ ഓൺലി ഹോപ്പ് ഓഫ് സർവൈവൽ ഫോർ ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദ ഓർഫനേജ്. അപ്പോൾ അയാൾക്ക് കുറേ കാലമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പോൾ ആ മകനെ പോറ്റണ്ടേ, മകനെ സർവൈവ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പൈസ വേണം, ഭക്ഷണം വേണം അല്ലേ. അത് അയാളില്ല. അതുകൊണ്ടാണ് അവനെ ഓർഫനേജിൽ കൊണ്ട് വിടുന്നത്. വാട്ട് ഡസ് ദിസ് ടെൽ us about their situation? അപ്പോൾ ഇതിൽ നിന്ന് അവരുടെ സിറ്റുവേഷൻ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്?
It tells that their situation of hopelessness, പ്രതീക്ഷയില്ലായ്മ. There are many people like Joseph's father in this world. ജോസഫിന്റെ അച്ഛനെ പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. They become refugees. അവർ അഭയാർത്ഥികളാവുകയാണ്. Because they run away for fear from their countries or are thrown out as unwanted people. സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അൺവാണ്ടഡ് പീപ്പിൾസ് ആയിട്ട് മാറിയവരോ ഒക്കെ ആയിരിക്കും കേട്ടോ, റെഫ്യൂജീസായി മാറിയവരൊക്കെ. അടുത്തത് നമുക്കിതിലെ ആദ്യത്തെ ആക്ടിവിറ്റി ആണ്. ഇമാജിൻ വൺ ഡേ ദ യെല്ലോ അംബ്രല്ല സ്പോക്ക് ടു ജോസഫ്, ഐ എം റെഡി ടു ടേക്ക് യു എനിവേർ യു വുഡ് ലൈക്ക് ടു ഗോ, വേർ ഡു യു തിങ്ക് ഹി വുഡ് വാണ്ട് ടു ഗോ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഈ യെല്ലോ അംബ്രല്ല ജോസഫിനോട് സംസാരിച്ച് തുടങ്ങുകയാണ്. നിന്നെ ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോസഫ് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? 4 ആൻസർ അവരവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ക്യാൻ യു ഡെവലപ്പ് എ സ്റ്റോറി യൂസിങ് എനി വൺ ഓഫ് ദ പ്ലോട്ട്സ് ഗിവൺ എബോ. അപ്പോൾ ഈ 4 പ്ലോട്ടിൽ ഏതെങ്കിലും ഒരു തീം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് എടുത്തിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് തരാം, ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ പ്ലോട്ട് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. He might wish to visit the city of his father's origin. He wishes so because he likes his father so much and hopes his father is still alive. അവൻ അച്ഛൻ്റെ ഒറിജിൻ, അച്ഛൻ്റെ നാട്ടിലേക്ക് പോകാനായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. He knows how much his father struggled to keep him happy. He used to give him good food and toys when he was able to do so. And then suddenly things became worse in the country. As they belonged to a minority group, the people in authority did not like them. His father lost his job and for many days he could find no work. He could not even get food for his son. He knew that the only way to keep his son alive was to take him to an orphanage. അപ്പോൾ ഇവരുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ആ പ്രശ്നങ്ങൾ വരുന്നത് വരെ ഇവരെ നല്ല രീതിയിൽ തന്നെയാണ് ഇയാൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭക്ഷണവും സൗകര്യങ്ങളും ടോയ്സും കളിപ്പാട്ടങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർന്നു. ഇവരൊരു മൈനോറിറ്റി ഗ്രൂപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതോറിറ്റീസിന് ഇവരെ ഇഷ്ടമായിരുന്നില്ല. ഇവൻ്റെ അച്ഛന് ജോലി പോയി, ഒരുപാട് ദിവസം ജോലി ഇല്ലാതെയായി. ഹി കുഡ് നോട്ട് ഈവൻ ഗെറ്റ് ഫുഡ് ഫോർ ഹിസ് സൺ. കുട്ടിക്ക് വേണ്ടി പോലും ഫുഡ് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഇയാൾ എന്ത് ചെയ്ത് ജീവനോടെങ്കിലും ആ കുട്ടി ഇരിക്കണമെങ്കിൽ ഓർഫനേജിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. On a rainy day with a lot of sadness in his heart, the father takes Joseph to an orphanage. അങ്ങനെ ഒരു മഴയുള്ള ദിവസം ഒരുപാട് സങ്കടത്തോടു കൂടി അച്ഛൻ ജോസഫിനെ ഓർഫനേജിലേക്ക് ആക്കുകയാണ്. ഹിസ് ഫാദർ ഹാഡ് എ യെല്ലോ അംബർല. അവൻ്റെ അച്ഛന് ഒരു യെല്ലോ അംബർല ഉണ്ടായിരുന്നു. ആസ് ഇറ്റ് വാസ് റെയിനിങ്, ദ ഫാദർ പ്രൊട്ടക്റ്റഡ് ജോസഫ് അണ്ടർ ദ യെല്ലോ അംബർല. When they reached the orphanage, Joseph was handed over to the authorities in the orphanage and the father went back to his home. അങ്ങനെ അവർ ഓർഫനേജിൽ എത്തുന്നു ഒരു മഴയത്ത്. ഓർഫനേജിലെ അതോറിറ്റീസിന് കുട്ടിയെ കൈമാറിയതിന് ശേഷം ജോസഫിൻ്റെ അച്ഛൻ തിരിച്ചു പോകുന്നു. ജോസഫ് റിമെമ്പേഴ്സ് സീയിങ് ഹിസ് ഫാദർ വാക്കിംഗ് എവേ ഇൻ ദ റെയിൻ ഡ്രോപ്സ് ബൗൺസിങ് ഓഫ് ഹിസ് യെല്ലോ അംബർല. അപ്പോൾ ജോസഫ് ഓർമ്മിക്കുന്ന എന്താണ്? അച്ഛൻ ആ ഒരു കുട നിവർത്തി അതിൽ മഴത്തുള്ളികൾ വന്ന് വീണ് അല്ലേ, അത് ബൗൺസ് ചെയ്യുന്നതാണ് അവൻ ലാസ്റ്റ് കാണുന്നത്. ആൻഡ് ദിസ് പിക്ചർ വാസ് ഡീപ്ലി എച്ച്ഡ് ഇൻ ജോസഫ്സ് മൈൻഡ്. ദാറ്റ് ഈസ് വൈ ഹി ലവ്സ് എ യെല്ലോ അംബർല എബോവ് എനി അതർ ഗിഫ്റ്റ്. അതുകൊണ്ടാണ് അവൻ ആ യെല്ലോ അംബർല അത്രയും ഇഷ്ടം. Let us hope and pray that Joseph will be able to go back to the city of his father and he will find his father still alive. What a reunion it would be. അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ്. ഹിയർ ഈസ് എ ലെറ്റർ ജോസഫ് റോട്ട് ടു ഹിസ് ഫാദർ ബട്ട് ഓൺലി ദ ഇനീഷ്യൽ പാർട്ട് ഇസ് ഗിവൻ. ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ ജോസഫ് അവൻ്റെ അച്ഛനെ എഴുതാനിടയിലുള്ള ഒരു ലെറ്ററാണ്. അതിൻ്റെ തുടക്കം അവർ തന്നിട്ടുണ്ട്. മേഴ്സി ഹോം XYZ സ്ട്രീറ്റ്, ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് Dear Dad, hope you are fine. Wherever you are, it has been a long time since we were together. I miss you a lot, Dad. I remember a rainy day when we walked under a big yellow umbrella. അത്രയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി I remember you walking away from the orphanage with raindrops bouncing off your yellow umbrella. I stood in front of the orphanage and looked until you completely disappeared from my sight. The authorities at the orphanage tried to console me by saying that you would be coming back
you would be coming back to take me with you when things get better in our city. It has been 6 months now. I have no news about you or the mother. Every day I hear bad news from my friends here saying there was shooting in such a place and some people were killed. When I hear the news, I get worried. I always pray God to keep you and mom safe. എന്താ പറയണത്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നെ ആ അനാഥാലയത്തിലാക്കിയിട്ട് തിരിച്ചു പോകുന്ന അച്ഛനെ അല്ലേ. ആ റെയിൻ ഡ്രോപ്സ് മഴത്തുള്ളികൾ വന്ന് ആ ഒരു അമ്പർലയിൽ കുടയിൽ തട്ടി തട്ടി തെറിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവാൻ വരെ ഞാൻ നോക്കി നിന്നു. അതിനുശേഷം അതോറിറ്റീസ്, ഓർഫനേജിലെ അധികാരികൾ വന്ന് എന്നെ ഒരുപാട് സമാധാനിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്ത് സമാധാനം അല്ലെങ്കിൽ കാര്യങ്ങൾ ബെറ്ററായി വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ കൊണ്ടുപോവും അത് ശരി അതിന് ശേഷമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 6 മാസമായി അല്ലേ. അമ്മയെക്കുറിച്ചും ഒന്നും അറിയുന്നില്ല. എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് എന്താണ്? അവിടെ ഷൂട്ടിംഗ്, വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ്. ആ ന്യൂസ് എന്നെ ഒരുപാട് വറി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാണ്. ഹൗ ഇസ് മോം? അമ്മയ്ക്ക് സുഖമാണോ? ഐ മിസ് ഹർ സോ മച്ച്. ഞാൻ അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു. I remember the delicious food she used to make. The food we get in the orphanage is not tasty. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഓർഫനേജിലെ ഫുഡ് അത്ര ടേസ്റ്റി അല്ല. ബട്ട് ഐ ഹാവ് ടു ഈറ്റ് ഇറ്റ് ടു സർവൈവ്. പക്ഷെ എനിക്കത് കഴിച്ചേ പറ്റൂ, ജീവൻ നിലനിർത്തണ്ടേ അല്ലേ, നിലനിൽപ്പിന് വേണ്ടിയിട്ട്. There are so many rules which we have to obey. Dad, I'm really fed up with the life here. Please come and take me away from this hell. I continue praying for your and mom's health and happiness. I hope you will soon come and take me with you. Love, Joseph. ഈ ഓർഫനേജിൽ നിന്ന് എന്നെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഞാൻ അമ്മയ്ക്കും നിങ്ങളുടെ ഹെൽത്തിനും വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുന്നുണ്ട്. വൈകാതെ എന്നെ വന്ന് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. ലവ്, ജോസഫ്. ഇങ്ങനെയാണ് ആ ലെറ്റർ അവസാനിക്കുന്നത്. അടുത്തത്, ഹിയർ ഈസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ഹിസ് ഫ്രണ്ട് ജെറാൾഡ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. അഭയാർത്ഥി കേന്ദ്രത്തിൽ, അഭയാർത്ഥി ക്യാമ്പിൽ ജോസഫും ജെറാൾഡ് എന്ന് പറഞ്ഞ കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ നിങ്ങൾ വായിക്കുക. തുടർന്നുള്ള ചോദ്യം ആൻസർ ഞാൻ പറയാം. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. കുട്ടികളായ അഭയാർത്ഥികൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ഷെൽട്ടർ, വീടുണ്ടാവില്ല. ഹങ്കർ, വിശപ്പ്. ട്രോമ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയതിൻ്റെ ട്രോമാസ് ഉണ്ടാവും. ലാക്ക് ഓഫ് സേഫ്റ്റി, സുരക്ഷിതമായിരിക്കില്ല. ക്രൗഡഡ്, തിരക്ക്. നോയ്സി, ശബ്ദം. ലാക്ക് ഓഫ് ഫാമിലി ഉണ്ടായിരിക്കില്ല. ഇനി അത് വെച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. ഇറ്റ് ഈസ് പിറ്റി എന്ന് മതി കേട്ടോ, വേണ്ട. ഇറ്റ് ഈസ് പിറ്റി ദാറ്റ് ഈവൻ ഇൻ ദ മോഡേൺ വേൾഡ് വി ഹാവ് സോ മെനി ചൈൽഡ് റെഫ്യൂജീസ് who spend their lives unhappily in refugee camps. Children become unwanted in their own country because of reasons ranging from race, religion, region, or language. Children are supposed to enjoy a carefree, happy life. They are supposed to be at school learning and playing with their friends. But life in the refugee camp is terrible for the children. They lack proper shelter. Refugee camps are often crowded and noisy places. The food given there is of low quality. Children are not given proper medical care. There are no learning facilities and facilities for various games and sports. At home they were like free birds, doing the things as per their wish, but here they are like caged birds and animals, and they have no freedom at all. They are subject so many harsh rules. They were severely punished if they do not follow the rules. They do not get the love and affection they get at home. No parents and no siblings to love them and show them any affection. For these children, life becomes a burden and they develop negative thinking. Let us hope and pray a day will come when no child has to grow in a refugee camp, away from the comfort and luxury of his home. അടുത്തത്, ഹിയർ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹിലാരിയോസ് സിസ്റ്റർ ആൻഡ് ജോസഫ്. ദേ സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ടോയ്സ്. ലെറ്റ് us കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇപ്പോൾ ഹിലാരിയോൻ്റെ സിസ്റ്ററും ജോസഫും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഹിലാരിയോയുടെ സിസ്റ്റർ പറയുന്നു, ഹലോ, വാട്ട് ഷുഡ് ഐ കോൾ യു? ജോസഫ്, ഐ എം ജോസഫ്. ഹിലാരിയോ സിസ്റ്റർ, ജോസഫ്, വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദ അതർ ചിൽഡ്രൻ? ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? എന്തുകൊണ്ട് മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്നില്ല? നിനക്ക് ടോയ്സ് ഇഷ്ടമല്ലേ? കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ജോസഫ്, ഐ ഡോണ്ട് ലൈക്ക് ടോയ്സ്. എനിക്ക് ടോയ്സ് ഇഷ്ടമല്ല. ഐ വാണ്ട് എൻ യെല്ലോ അംബർല. എനിക്കൊരു യെല്ലോ അംബർല വേണം. അപ്പോൾ സിസ്റ്റർ പറയും, യെല്ലോ അംബർല? വൈ ഡു യു വാണ്ട് എ യെല്ലോ അംബർല? എന്തിനാ നിനക്ക് യെല്ലോ അംബർല? ജോസഫ്, ഐ ഹാവ് സം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. എനിക്ക് അതിൽ ചില സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇറ്റ് റിമൈൻഡ്സ് മീ മൈ ഫാദർ ആൻഡ് മൈ ഫാമിലി. അതെൻ്റെ ഫാദറിനെയും ഫാമിലിയെയും ഓർമ്മിപ്പിക്കുന്നതാണ്.
സിസ്റ്റർ. ഹൗ? എങ്ങനെ? ജോസഫ് പറയാണ്, we had become unwanted citizens in our country. My father did not have any job for a long time and he realized that the only way to keep me alive was to put me in an orphanage. ഞങ്ങളുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്തായി, അച്ഛന് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും എന്നെ ഓർഫനേജിലാക്കാൻ തീരുമാനിക്കുകയാണ്. സിസ്റ്റർ, വാട്ട് ഡസ് ഇറ്റ് ഹാവ് ടു ഡു വിത്ത് എ യെല്ലോ അംബർല? ഓക്കെ, യെല്ലോ അംബർല കൊണ്ട് എന്താ കാര്യം ചോദിക്കുകയാണ് ജോസഫ്. My father brought me to the orphanage on a rainy day, protecting me under his yellow umbrella. After dropping me at the orphanage, he went back. As he was going away, I was looking at him. I could see raindrops bouncing off his yellow umbrella. He never came back. The yellow umbrella remains vivid in my memory, and it reminds me of my loving father. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടാക്കാൻ വന്നതും ആ യെല്ലോ അംബർലയിലാണ്, തിരിച്ചച്ഛൻ പോയതും ആ യെല്ലോ അംബർലയിലാണ്. സിസ്റ്റർ പറയും, ഐ എം സോറി ജോസഫ്, ഐ അണ്ടർസ്റ്റാൻഡ് വൈ യു വാണ്ട് എ യെല്ലോ അംബർല, ഐ വിൽ ഗെറ്റ് വൺ ഫോർ യു. ഓക്കെ ജോസഫ്, എനിക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്, സോറി, ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് വേണ്ടി ഒന്ന് കൊണ്ടുവരാം. ജോസഫ്, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. ഇനി പ്രിപ്പയർ സം സ്ലോഗൻസ് ആൻഡ് മെസ്സേജസ് ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ് റെഫ്യൂജി ഡേ. വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ടുള്ള ഒരു സ്ലോഗൻ മെസ്സേജസ് ആണ്. ഇവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്, ഹെൽപ്പ് റെഫ്യൂജീസ്, വി കാണ്ട് അബാൻഡൺ ദം. ജൂൺ 20 വേൾഡ് റെഫ്യൂജി ഡേ. ഇനി മെസ്സേജസ് നോക്കാം. ലെറ്റ്സ് ബി കൈൻഡ് ടു പീപ്പിൾ ഹു ഹാഡ് ടു ലീവ് ദെയർ ഹോംസ്. വി ഷുഡ് ബി ടോളറൻറ്റ്. പീപ്പിൾ ഹാവ് എ റൈറ്റ് ടു ബിലീവ് ഇൻ റെഫ്യൂജീസ് ആർ അവർ brothers, the things they want. We should never force our ideologies on others. As we all know, one man's meat is another man's poison, and one man's religion is another man's madness. The world is wide enough to accommodate various ideologies and concepts. Stubbornness and self-righteousness can bring us only harm. Slogan: stand with refugees, embrace, empower, include. Refugees are our brothers. God did not create refugees, we created them. Let's peace reign. ഓക്കെ, ഇനി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ട്. നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ജൂൺ 20 എന്നൊക്കെ വേണമെങ്കിൽ എഴുതിയിട്ട് ചെയ്യാവുന്നതാണ്. വേൾഡ് റെഫ്യൂജി ഡേ ജൂൺ 20 കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.